CPI വിമർശിച്ചും CPM-നെ പുകഴ്ത്തിയും SNDP മുഖപത്രമായ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളിയുടെ ലേഖനം. ഈഴവ പിന്നോക്ക വിഭാഗങ്ങളാണ് ഇടതു പാർട്ടികളുടെ നട്ടെല്ല്. ഇതറിയാവുന്നതിനാലാണ് CPM അർഹമായ പരിഗണന നൽകുന്നത്. CPI-യുടെ നവനേതാക്കൾക്ക് ഇപ്പോൾ ആ ബോധ്യമില്ലെന്നും വെള്ളാപ്പള്ളിയുടെ വിമർശനമുണ്ട്. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയത് യാദൃച്ഛികമായിട്ടാണ്. അപരാധമെന്ന് പറയുന്നവരുടെ ഉദ്ദേശശുദ്ധി അറിയാം. തൊട്ടുകൂടായ്മയുടെ വികൃത മുഖം വീണ്ടും എന്ന പേരിലാണ് മുഖപ്രസംഗം. അതേസമയം CPI-ക്കെതിരായ ചതിയൻ ചന്തു പരാമർശം മുഖ്യമന്ത്രിയും തള്ളിയതോടെ പ്രതിരോധത്തിലായിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. വിവാദങ്ങൾക്കിടെ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. രാവിലെ 10 മണിക്ക് കണിച്ചുകുളങ്ങരയിലെ വീട്ടിലാണ് വാർത്താ സമ്മേളനം. തോൽവിയുടെ കാരണങ്ങളിൽ ഒന്ന് വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിയതാണെന്ന് മുന്നണി യോഗത്തിൽ ഉന്നയിക്കാനാണ് CPI-യുടെ നീക്കം. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. യോഗനാഥത്തിൽ ഇന്ന് ഒരുപക്ഷെ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറയാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. CPI വീണ്ടും ഒരുപക്ഷെ കടന്നാക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയത് വിവാദമാക്കുന്നവർ തൊട്ടുകൂടായ്മയെ വിവാദമാക്കുന്നു എന്ന ഒരു പ്രചരണമാണ് വെള്ളാപ്പള്ളി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതൊരു തരം ഇരവാദം കൂടിയാണ്. അതേസമയം CPI-യെ കടുത്ത വിമർശിച്ചും CPM-നെ പുകഴ്ത്തിയുമായിരിക്കും ഒരുപക്ഷെ ഇന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണുക. വെള്ളാപ്പള്ളി വിടാൻ ഒരുക്കമില്ലേ റഹീസ് റഷീദ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. വെള്ളാപ്പള്ളി നടേശൻ പുതുതായി ഇറക്കുന്നത് ഒരു ഇരവാദമായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് യോഗനാഥത്തിൽ അദ്ദേഹം എഴുതിയത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ അയിത്തം പോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ തരത്തിൽ മാധ്യമങ്ങളുടെ വിചാരണ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ ചുരുക്കം. ഇത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്ന് 10 മണിക്ക് കണിച്ചുകുളങ്ങര വീട്ടിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയാനും പോകുന്നത്. പക്ഷേ ഈ വർഗീയ പരാമർശം മലപ്പുറത്തെക്കുറിച്ചുള്ളത് ആ ലേഖനത്തിൽ കുറച്ചുകൂടി മൈന്യൂട്ടാക്കിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വർഗീയവാദം എന്ന തരത്തിലുള്ള വാക്കുകളൊന്നും ഈ ലേഖനത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുമില്ല. മറ്റൊന്ന്, CPI-ക്കെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ ആക്രമണം നടത്തുകയാണ്. അതിന് അദ്ദേഹം പറയുന്ന കാരണം CPIM-ൻ്റെയും CPI-യുടെയും നട്ടെല്ല് ഈഴവ വോട്ടുകളാണ്. അത് CPIM തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളെ അവർ ചേർത്ത് നിൽക്കുന്നത്. CPI-യിലെ നവനേതാക്കൾക്ക് അക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും ഒരുപക്ഷെ ചതിയൻ ചന്തു പരാമർശത്തിന് വെള്ളാപ്പള്ളി നടേശന് കൃത്യമായ മറുപടി ബിനോയ് വിശ്വം നൽകുകയും അതിനെതിരെ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും വെള്ളാപ്പള്ളി ഇതിനപ്പുറം ഒരു നാടിനെ, ഒരു സമൂഹത്തെ മോശമാക്കുന്ന തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തിയിട്ടും അതിനെതിരായ ഒരു നിലപാട്, അതിനെ അനുകൂലിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനെതിരായ പരസ്യമായ ഒരു നിലപാട് CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ചതിയൻ ചന്തു പരാമർശത്തിൽ ഇന്നലെ നമ്മളോട് സംസാരിക്കുമ്പോഴാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് പൂർണ്ണമായും തള്ളുന്നത്. വൈകിട്ട് മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അത് തള്ളിക്കളഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി ആ വിഷയത്തിൽ പ്രതിരോധത്തിലുമാണ്. ഇന്ന് അദ്ദേഹം ആ മൂഡിൽ, അതായത് CPIM-നെ ചേർത്ത് പിടിച്ച് CPI-യെ അറ്റാക്ക് ചെയ്യുക എന്ന പതിവ് രീതി ആയിരിക്കുമോ എന്നതറിയണം. ഒപ്പം മലപ്പുറം അടക്കമുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് നടത്തുന്ന വർഗീയമായ നിലപാട് അദ്ദേഹം ആവർത്തിക്കുമോ, അതിൽ മാറ്റം വരുത്തുമോ എന്നതും കൂടി ഇന്ന് നമ്മൾ അറിയേണ്ടതാണ്. അരുൺകുമാർ. ഓക്കെ റഹീസ്, നമുക്ക് കാത്തിരിക്കാം.